നമസ്കാരം. വിഷുമായി സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ജൂലൈ 2 നടക്കുന്ന ശനിയുടെ നക്ഷത്രമാറ്റത്തെക്കുറിച്ചാണ്. ജ്യോതിഷത്തിൽ നീതിയും കർമ്മഫലവും നൽകുന്ന ശനിദേവൻ്റെ സംക്രമണം നക്ഷത്രമാറ്റവും എല്ലായ്പ്പോഴും ഒരു പ്രാധാന്യവും സ്വാധീനമുള്ളതുമായ ഒരു സംഭവമായി കണക്കാക്കപ്പെടുന്നു. ദൃക് പഞ്ചാംഗം അനുസരിച്ച് ശനിദേവൻ്റെ നക്ഷത്രമാറ്റം ജൂലൈ 2 സംഭവിക്കും. അതായത് ശനി രേവതി നക്ഷത്രത്തിലെ 2ാം ഘട്ടത്തിൽ പ്രവേശിക്കുമെന്ന്. സൂക്ഷ്മവും എന്നാൽ വളരെ ശക്തവുമായ ഈ ശനിദേവൻ്റെ മാറ്റം ചില രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. ശനിദേവൻ സാവധാനത്തിൽ നീങ്ങുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ നക്ഷത്രസ്ഥാനത്തിലുണ്ടാകുന്ന ഈ മാറ്റം ചില ആളുകൾക്ക് വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സംഘർഷങ്ങളും സമ്മർദ്ദവും സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജൂലൈ 2 നടക്കുന്ന ഈ ശനി നക്ഷത്ര മാറ്റത്തിൽ ആർക്കൊക്കെ ഏതൊക്കെ രാശിക്കാർക്കാണ് പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതും അവർക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ വരുമെന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യത്തെ നക്ഷത്രം മേടം രാശിക്കാരാണ്. മേടം രാശി ജനിച്ചവർക്ക് ശനിയുടെ സ്ഥാനത്ത് വരുന്ന ഈ മാറ്റം ജോലി സ്ഥാനത്ത് വളരെയധികം വെല്ലുവിളികൾ സൃഷ്ടിക്കും. ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ജോലിഭാരം വർദ്ധിക്കുകയും മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. മേലുദ്യോഗസ്ഥരുമായി ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ധാരാളമാണ്. ഈ സമയത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിരാശരാകാം. സാമ്പത്തിക നഷ്ടത്തിന് ശക്തമായ സാധ്യതയുള്ള നിക്ഷേപങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത രാശി ചിങ്ങം രാശിക്കാർക്കാണ്. ചിങ്ങം രാശിക്കാർക്ക് ജൂലൈ 2 ശേഷമുള്ള കാലയളവ് ചിങ്ങം രാശിക്കാർക്ക് അല്പം അസ്ഥിരമായിരിക്കുകയും ചെയ്യും. കുടുംബത്തിലും സാമ്പത്തിക കാര്യങ്ങളിലെ നഷ്ടങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ പുരോഗമിക്കുന്ന പദ്ധതികളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവ അവസാന നിമിഷം തടസ്സപ്പെടാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. നിങ്ങളുടെ ഇണയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഗാർഹിക തർക്കങ്ങളോ നിങ്ങളുടെ മാനസിക സമാധാനത്തെ തകർക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അസ്ഥിപരമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതകളുണ്ട്. അടുത്ത രാശി വൃശ്ചികം രാശിക്കാർക്കാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഇതിനകം തന്നെ ശനിയുടെ സ്വാധീനത്തിലാണ്. ജൂലൈ 2 നടക്കുന്ന ഈ നക്ഷത്രമാറ്റം അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ വഷളായേക്കാം. ഇത് സാമ്പത്തികമായി വെല്ലുവിളി നിറഞ്ഞ സമയമായിരിക്കും നിങ്ങൾക്ക്. പെട്ടെന്ന് തന്നെ വലിയ ചെലവുകളൊക്കെ ഉയർന്നു വന്നേക്കാം. ഇത് നിങ്ങളുടെ ബഡ്ജറ്റിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ജോലി സ്ഥലത്തെ രഹസ്യ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചനകളൊക്കെ നടത്തിയേക്കാം. അതിനാൽ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. പരുക്കേൽക്കാനുള്ള ഒക്കെ സാധ്യത നിങ്ങൾക്കുണ്ട്. അടുത്ത രാശി കുംഭം രാശിയാണ്. കുംഭം രാശിയെ ഭരിക്കുന്നത് ശനി തന്നെയാണ്. ഈ രാശിക്കാർ ശനിയാഴ്ച സതിയുടെ അവസാന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാറുന്ന നക്ഷത്ര രാശി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ബിസിനസ് പങ്കാളിയുമായി തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഇത് ബിസിനസ് നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. നിങ്ങളുടെ സമ്പാദ്യം ചെലവഴിക്കാനൊക്കെ സാധ്യതയുണ്ട്. മാനസികമായും നിങ്ങൾക്ക് ഏകാന്തതയോ ക്ഷീണമൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. ഈ കാലയളവിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. ദോഷം തീർക്കാൻ വേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ പറയാം ഇവർക്ക്. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആൽമരത്തിൻ്റെ ചുവട്ടിൽ കടുകെണ്ണയുടെ വിളക്ക് കത്തിക്കുന്നത് നല്ലതായിരിക്കും. ഓ ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം പതിവായി 108 തവണ ജപിക്കുന്നതും നല്ലതാണ്. ശനിയാഴ്ച ആവശ്യക്കാർക്ക് കറുത്ത ഉഴുന്ന്, പരിപ്പ്, കറുത്ത എള്ള് അല്ലെങ്കിൽ ഒരു കൂട എന്നിവ ദാനം ചെയ്യുന്നതും ഈ സമയത്ത് ഹനുമാൻ ചാലീസയൊക്കെ ജപിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ശനിദോഷം മാറുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.